الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب قال الله تعالى في القرآن المجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي വദ്ഖുലി ജന്നതി. സല്ലല്ലാഹു അലൈഹി. ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ പടച്ച തമ്പുരാന്റെ കൽപ്പനകൾക്ക് വിധേയമായി നമ്മുടെ ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ വ്യക്തിപരവും കുടുംബപരവും സാമ്പത്തികവും സാമൂഹികവുമായ എല്ലാ മേഖലകളിലും തഖ്വ പാലിക്കണമെന്ന്, യഥാർത്ഥ മുത്തഖികളായി ജീവിതം നയിക്കണമെന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ആദ്യമേ വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. തഖ്വ ബോധം മാത്രമാണ് നമ്മുടെ ജീവിത വിജയത്തിൻ്റെ യഥാർത്ഥ മാർഗം. പടച്ച തമ്പുരാൻ നമ്മെ ഏവരെയും അവന്റെ മുത്തഖികളായ അടിമകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ആയുസ്സിൽ നിന്ന് ഒരു റമളാൻ കൂടി കടന്നു പോവുകയാണ്. ഈ റമളാനിലെ അവസാനത്തെ ജുമായിലാണ് നാം ഇപ്പോൾ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ഗൃഹാതുര സ്മരണകൾ അവശേഷിപ്പിച്ചുകൊണ്ടാണ് ഓരോ റമളാനും കടന്നു പോവുക. രാപ്പകൽ ഭേദമന്യേ നിരന്തരമായ ഇബാദത്തുകൾ, പകൽ സമയത്ത് ദാഹവും വിശപ്പും സഹിച്ചുള്ള വ്രതാനുഷ്ഠാനം, രാത്രിവേളയിൽ പാതിരാവിൽ എഴുന്നേറ്റ് അള്ളാഹുവിൻ്റെ മുമ്പിൽ സങ്കടങ്ങൾ ഏറ്റുപറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് ഇസ്തിഗ്ഫാർ നടത്തിയ സന്ദർഭങ്ങൾ, ക്ഷീണവും പ്രയാസങ്ങളും അവഗണിച്ചുകൊണ്ട് തന്നെ ഒരുപാട് സമയം നിന്ന് നമസ്കരിച്ചുകൊണ്ട് കഴിച്ചുകൂട്ടിയ രാവുകൾ,
ഉറക്കമിളച്ച് വിശുദ്ധ ഖുർആൻ പാരായണത്തിലും പ്രാർത്ഥനകളിലും മുഴുകി കഴിച്ചുകൂട്ടിയ ദിനരാത്രങ്ങൾ. അതേപോലെ തന്നെ സഹജീവികളുടെ സങ്കടങ്ങൾ അറിഞ്ഞ് അല്ലാഹു തആല തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്തുകൾ, വിശേഷിച്ചും സമ്പത്ത്, പ്രയാസം അനുഭവിക്കുന്നവരിലേക്ക് ബോധപൂർവം ഒഴുകിപ്പരന്ന സന്ദർഭങ്ങൾ. ഇങ്ങനെ ഒരുപാട് മുഹൂർത്തങ്ങൾ നമ്മുടെ മനസ്സുകളിൽ അവശേഷിപ്പിച്ചുകൊണ്ടാണ് ഈ റമദാനും നമ്മോട് വിട പറയാനിരിക്കുന്നത്. അങ്ങനെയൊക്കെയാണെങ്കിലും റമദാനിന്റെ ആദ്യ ഘട്ടത്തിൽ, റമദാനിന്റെ തൊട്ട് മുമ്പത്തെ വെള്ളിയാഴ്ച നാം ഓർക്കുന്നുണ്ടാകും, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ വാനലോകത്ത് ഒരു വെളിയാളം ഉയർന്നിട്ടുണ്ടായിരുന്നു. യാ ബാഗിയൽ ഖൈർ അഖ്ബിൽ അഖ്ബിൽ, നന്മ കാക്ഷിക്കുന്നവനെ കടന്നു വരൂ, കടന്നു വരൂ. ഈ വെളിയാളത്തിന് കാതോർത്തുകൊണ്ട്, അതിനുത്തരം നൽകിക്കൊണ്ട് പൂർണ്ണമായും മനസ്സറിഞ്ഞ് ഇതിലേക്ക് മുറിഞ്ഞു വീഴാൻ കഴിഞ്ഞവർ നമ്മിൽ എത്ര പേരായിരിക്കും എന്ന ആത്മപരിശോധന തീർച്ചയായും ഈ വേളയിൽ നാം നടത്തേണ്ടതുണ്ട്. ഈ റമദാനിലെ മഹ്ശറയാണ്, വിചാരണ വേളയിലാണ് നാം ഇപ്പോൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനിയും വല്ല പോരായ്മകളും അവശേഷിക്കുന്നുവെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു രാവ് കൂടി നമുക്ക് അവശേഷിപ്പിച്ചിട്ടുണ്ട്. ഈ രാവ് വളരെ ബോധപൂർവം പ്രയോജനപ്പെടുത്തി സംഭവിച്ചു പോയ പോരായ്മകൾ നികത്തുവാൻ തീർച്ചയായും നാം പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. മുമ്പിലിരിക്കുന്ന മുഖങ്ങളിൽ പ്രതീക്ഷകളുണ്ട്. അതേ സമയത്ത് തന്നെ നിരാശ ബാധിച്ച, ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഭാവങ്ങളും മുഖങ്ങളിൽ നിഴലിക്കുന്നുണ്ട്. നേടാമായിരുന്നു, അവസരങ്ങളുണ്ടല്ലോ എന്ന് കരുതിയിട്ട് മാറ്റിവെച്ച് സന്ദർഭങ്ങളെല്ലാം കഴിഞ്ഞ് പിടിവിട്ടുപോയ അവസ്ഥയിൽ നിരാശ ബാധിച്ച മനസ്സുകളും ഒരുപക്ഷെ നമ്മുടെ കൂട്ടത്തിലുണ്ടായിരിക്കാം. അതേസമയം വളരെ ബോധപൂർവം കൃത്യമായ ആസൂത്രണത്തോടുകൂടി തന്നെ ഈ രാപ്പകലുകൾ ഉപയോഗപ്പെടുത്തണം എന്ന് തീരുമാനിച്ചുറച്ച് കച്ചകെട്ടിയിറങ്ങി ആ സന്ദർഭങ്ങളെല്ലാം വാരിക്കോരിയെടുത്ത സൗഭാഗ്യം നിറഞ്ഞു നിൽക്കുന്ന മുഖഭാവങ്ങളും നമുക്ക് മുമ്പിലുണ്ട്. നാം ഇതിലേതാണ് ആഗ്രഹിച്ചത്, നമുക്ക് ഏതാണ് നേടിയെടുക്കാൻ കഴിഞ്ഞത് എന്നതിനെക്കുറിച്ച് തീർച്ചയായും ആലോചിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭമാണ്. അവസരങ്ങൾ മാറ്റിവെക്കുകയായിരുന്നോ, അതല്ല പ്രയോജനപ്പെടുത്തുകയായിരുന്നോ എന്നതിനെക്കുറിച്ച് നാം വീണ്ടും വിചാരത്തിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കുക. ഇനിയും അവസരങ്ങൾ കാത്തു നിൽക്കുകയില്ല. നമ്മുടെ ആയുസ്, ജീവിതമാകുന്ന ആയുസ് യഥാർത്ഥത്തിൽ ഇതേപോലെ തന്നെയാണ് നമ്മിൽ നിന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. റമദാൻ കടന്നു പോകുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ഗൃഹാതുരത്വം നിറഞ്ഞ ഒരുപാട് സങ്കടങ്ങളും അസ്വസ്ഥതകളും ഉണ്ടായിരിക്കും. യഥാർത്ഥത്തിൽ ഇതേപോലെയല്ലേ നമ്മിലൂടെ കടന്നു പോകുന്ന ഓരോ ദിനരാത്രങ്ങളും? ഒരിക്കൽ കടന്നുപോയ ഒരു നിമിഷം, ഒരു ദിവസം ഒരിക്കലും നമ്മിലേക്ക് പിന്നീട് തിരിച്ചു വരുന്നില്ലല്ലോ. അതേപോലെ തന്നെയല്ലേ വിശുദ്ധ റമദാനും നമ്മിലൂടെ കടന്നു പോകുന്നത്. വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, വലൻ യുഅഖിറല്ലാഹു നഫ്സൻ, അല്ലാഹു സുബ്ഹാനഹു തആല ഒരു നഫ്സിനും പിന്തിച്ചിടുകയില്ല. ഇദാ ജാഅ അജലുഹാ, അതിന്റെ അവധി എത്തിക്കഴിഞ്ഞാൽ ഒരു നഫ്സിനെയും പടച്ച തമ്പുരാൻ അല്പനേരം പോലും പിന്തിക്കുകയില്ല എന്ന് അല്ലാഹു തആല താക്കീത് ചെയ്തിട്ടില്ലേ? ലികുല്ലിൻ അജൽ, എല്ലാത്തിനും ഒരു അവധിയുണ്ട്. നമ്മുടെ ആയുസ്സിനുണ്ട്, റമദാനിനുണ്ട്, അതേപോലെ തന്നെ ദിനരാത്രങ്ങൾക്കുണ്ട്, മിനിറ്റുകൾക്കുണ്ട്, സെക്കൻഡുകൾക്കുണ്ട്. ഈ കടന്നു പോകുന്നവയൊന്നും നമ്മുടെ ഈ ആയുസ്സിൽ തിരിച്ചു പിടിക്കാൻ കഴിയുന്നതല്ല. إذا ما خلوت الدهر يوما فلا تقل خلوت ولكن قل علي رقيب. സഹോദര, ഒരു ദിവസം കടന്നു പോകുമ്പോൾ, ഒരു ദിവസം ഞാൻ കഴിച്ചുകൂട്ടി അല്ലെങ്കിൽ അടിച്ചു പൊളിച്ചു എന്നൊരിക്കലും ആ ദിവസത്തെക്കുറിച്ച് നീ വിലയിരുത്തി പോകരുത്. വലാകിൻ ഖുൽ അലയ്യ റഖീബു, എനിക്കുമേൽ ഒരു റഖീബുണ്ട്, ഒരു മേൽനോട്ടക്കാരനുണ്ട്, ഒരു നിരീക്ഷകനുണ്ട്. ഈ കഴിഞ്ഞുപോയ രാപ്പകലുകൾ തീർച്ചയായും വിചാരണയ്ക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു തആല ഹാജരാക്കുവാൻ പോവുകയാണ്. അല്ല ഭാഗ്യം കെട്ടവനെ,
എത്രയെത്ര അവസരങ്ങളാണ് നിനക്ക് മുമ്പിലേക്ക് ഞാൻ വെച്ചു നീട്ടിയത്. സ്വർഗകവാടങ്ങൾ മലർക്കെ തുറന്ന് നരക കവാടങ്ങൾ കൊട്ടിയടച്ച് പൈശാചികമായ എല്ലാവിധ പ്രേരണകളിൽ നിന്നും നിന്നെ പൂർണ്ണമായും മുക്തനാക്കി അനുഗ്രഹങ്ങൾ പെയ്തിറങ്ങുന്ന, അനുഗ്രഹത്തിന്റെ മലക്കുകൾ പെയ്തിറങ്ങുന്ന ലൈലത്തുൽ ഖദ്ർ പോലുള്ള സവിശേഷമായ മുഹൂർത്തങ്ങൾ സമ്മാനിച്ച് നിന്റെ അമലുകൾക്ക് ഇരട്ടി ഇരട്ടി പ്രതിഫലങ്ങൾ വാഗ്ദാനം ചെയ്ത്, എന്നിട്ടും നീ എന്തേ ഇത് പ്രയോജനപ്പെടുത്തിയില്ല എന്നൊരു ചോദ്യമാണ് ഈ വേളയിൽ നമ്മെ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. അതേ സമയത്ത് നിരാശരാകുവാൻ വേണ്ടിയല്ല പറയുന്നത്. ഇനിയുള്ള ദിനരാത്രങ്ങളെങ്കിലും പ്രയോജനപ്പെടുത്തുവാനുള്ള ബോധപൂർവമായ സന്ദർഭങ്ങളെ ഒരുക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല, റമളാനിനോട് വിട പറയാൻ പോകുന്ന അസ്സലാമു അലൈക യാ ശഹ്റ റമളാൻ, റമളാൻ മാസമേ നിനക്ക് വിട എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സൊരുകിയിട്ട് റമളാനിനെ മനസ്സറിഞ്ഞുകൊണ്ട് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും യാത്രയാക്കേണ്ടി വരുന്ന ഈ വേളയിൽ നേടിയെടുത്ത നന്മകൾ ഒരിക്കലും നാം യാത്രയാക്കുവാൻ പാടില്ല. റമളാനിനെ സലാം പറഞ്ഞ് യാത്രയാക്കുന്നതോടൊപ്പം നേടിയെടുത്ത നന്മകളെയും ഇബാദത്തുകളെയും നല്ല നല്ല ശീലങ്ങളെയും ഇതോടുകൂടി തന്നെ സലാം പറഞ്ഞ് പിരിച്ചയക്കുന്ന അവസ്ഥ ഒരിക്കലും നമുക്ക് സംഭവിച്ചു പോകരുത്. പടച്ചതമ്പുരാന്റെ മുമ്പിൽ ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകിയ കരാറിലേർപ്പെട്ടവരാണ് നാം. പടച്ചവനെ, എന്നെ നീ ഒന്ന് സ്വീകരിക്കൂ, എനിക്ക് നീ കാരുണ്യം ചെയ്യൂ, എന്റെ പാപങ്ങളിൽ നിന്ന് എന്നെ നീ മുക്തനാക്കൂ, നരകവിമുക്തി നൽകി എന്നെ ഒന്ന് അനുഗ്രഹിക്കൂ, ഞാൻ നിനക്ക് കീഴ്പ്പെട്ടുകൊള്ളാം റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് കരാറുകളിൽ ഏർപ്പെടുകയായിരുന്നു ഈ കഴിഞ്ഞു പോയ ദിനരാത്രങ്ങൾ. ഖുർആനിൽ ഒരു സ്ത്രീയെക്കുറിച്ച് പറയുന്നുണ്ട്, വലാ തകൂനൂ കല്ലത്തി നഖലത് ഗസ്ലഹ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാഫ, വലാ തകൂനൂ കല്ലത്തി നഖലത് ഗസ്ലഹ മിൻ ബഅദി ഖുവ്വ. നിങ്ങൾ ഒരിക്കലും ആ സ്ത്രീയെ പോലെ ആകരുത്. മദീനയിൽ അങ്ങനെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അത്രേ, ബുദ്ധിസ്ഥിരതയില്ലാത്ത ഒരു സ്ത്രീ. സ്വയം തന്നെ ബലിഷ്ഠമായ കയറുകൾ പിരിച്ചുണ്ടാക്കിയിട്ട് അങ്ങാടിയിലൂടെ വൈകുന്നേരം വരെ കറങ്ങി നടന്ന് ചെറിയ ചെറിയ നൂൽക്കഷ്ണങ്ങൾ ഒരുമിച്ച് ചേർത്ത് അവയെല്ലാം തുന്നിക്കൂട്ടി പിരിച്ച് ഭദ്രമായ ബലിഷ്ഠമായ കയറാക്കി മാറ്റുമത്രേ ആ സ്ത്രീ. എന്നിട്ടോ വൈകുന്നേരമാകുമ്പോൾ ആ കയർ വീണ്ടും പിരിയുടച്ച് പഴയ നൂൽക്കഷ്ണങ്ങളാക്കി തന്നെ മാറ്റുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് സൂറത്തു നഹ്ലിൽ അല്ലാഹു തആല എടുത്ത് പറയുന്നുണ്ട്. അതിന് തൊട്ടു മുമ്പത്തെ പരാമർശങ്ങൾ അല്ലാഹുവോടുള്ള കരാറുകൾ, വഔഫൂ ബിഅഹ്ദില്ലാഹ് ഇദാ ആഹദ്തും, അല്ലാഹുവോട് നിങ്ങൾ കരാർ ചെയ്താൽ ആ കരാറുകൾ നിങ്ങൾ പൂർത്തീകരിക്കുവിൻ എന്നാണ് തൊട്ടു മുമ്പ് പറയുന്നത്. ആ വചനത്തിന് ശേഷമാണ് നിങ്ങൾ ഒരിക്കലും ഈ സ്ത്രീയെപ്പോലെ ആയിപ്പോകരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്നത്. പടച്ചതമ്പുരാന്റെ മുമ്പിൽ കരാറുകളിൽ ഏർപ്പെട്ട് മനസ്സ് തുറന്ന് പൊട്ടിക്കരഞ്ഞ് നിർമ്മലമായ മനസ്സോടുകൂടെയാണ് ഈ അവസാനത്തെ വെള്ളിയാഴ്ച നാം ഒത്തുചേർന്നത്. അതുകൊണ്ട് തന്നെ നേടിയെടുത്ത നന്മകൾ ചോർന്നു പോകുന്നതിൽ നിന്ന് നമ്മുടെ മനസ്സിനെയും നമ്മുടെ കർമ്മങ്ങളെയും വളരെ ബോധപൂർവം പിടിച്ചു നിർത്തുവാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് പ്രത്യേകമായി ഉണർത്തുന്നത്. അല്ലാഹുവിലേക്ക് അവൻ നമുക്ക് അതിഥിയായിട്ട് പറഞ്ഞയച്ച, നമുക്ക് നൽകിയ ഒരു മാസം നാം ആതിഥ്യം നൽകിയ വിശുദ്ധ റമദാൻ പടച്ചതമ്പുരാനിലേക്ക് തന്നെ ചിറകിട്ടടിച്ച് ഉയരാൻ പോകുന്ന വേളയാണിത്. അങ്ങനെ റമദാൻ തിരിച്ചു പോകുമ്പോൾ ആ റമദാനിന്റെ കൈവശം നമ്മുടെ അമലുകളുടെ, നമ്മുടെ സുഹൃതങ്ങളുടെ റെക്കോർഡുകൾ ഏൽപ്പിച്ചു കൊടുക്കാൻ തീർച്ചയായും നമുക്ക് കഴിയണം. ആ റമദാനിനോടൊപ്പം നമ്മുടെ അമലുകൾ കൂടി ചേർത്ത് വെച്ച് അങ്ങനെ വിശുദ്ധമായ റമദാൻ നമ്മുടെ സുഹൃതങ്ങളുമായിട്ട് ചിറകിട്ടടിച്ച് അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് തിരിച്ചു പോകട്ടെ. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, പ്രശാന്തമായ ആത്മാവുകളെ, ഇർജിഇ ഇലാ റബ്ബികി റാദിയത്തൻ മർദിയ, നിങ്ങൾ സംതൃപ്തരും സംപ്രീതരുമായിക്കൊണ്ട് നിങ്ങളുടെ റബ്ബിലേക്ക് തിരിച്ചു വന്നാലും, ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി, എന്റെ അടിമകളിലേക്ക്, എന്റെ സ്വർഗത്തിലേക്ക് നിങ്ങൾ കടന്നു വരൂ എന്ന പടച്ചതമ്പുരാന്റെ ആ വിളിയാളത്തിന് ഉത്തരം നൽകുന്നവരായിട്ട് നമ്മുടെ സുഹൃതങ്ങളെ റമദാനിനോടൊപ്പം അല്ലാഹുവിലേക്ക് യാത്രയാക്കുവാൻ തീർച്ചയായും നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നാണ് ഉണർത്തുവാനുള്ളത്. അമലുകളിൽ സംഭവിച്ചിരിക്കാവുന്ന പോരായ്മകളെക്കുറിച്ച് വളരെ ബോധ്യം നമുക്കിപ്പോഴുണ്ടായിരിക്കണം. പടച്ചതമ്പുരാൻ വിശുദ്ധ ഖുർആനിൽ കപടന്മാരുടെ ഗതികേടിനെ കുറിച്ച് എടുത്തു പറയുന്നത് കാണാം.
ഇഹലോകത്ത് വെച്ച് ഒരുപക്ഷെ വിശ്വാസി സമൂഹത്തിലെ ദുർബലരും അതേപോലെ തന്നെ കാപട്യം ബാധിച്ച ദീനം ബാധിച്ച മനസ്സുകളുള്ള ആളുകളുമൊക്കെ ഒരേപോലെ തോളോട് തോൾ ചേർന്ന് അമലുകൾ ഒരുപാട് ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷെ പരലോകത്തെത്തുമ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ പ്രകാശം ലഭിക്കാതെ മാറ്റി നിർത്തപ്പെടുന്ന അവസ്ഥ അവർക്കുണ്ടാകുമത്രേ. ആ വേളയിൽ യുനാദൂനഹും അലം നകും മഅഹും, അവർ വിശ്വാസികളെ വിളിച്ചുകൊണ്ടിരിക്കും. അലം നകും മഅക്കും, ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നുവല്ലോ, എന്നിട്ടെന്താണ് ഞങ്ങൾക്ക് ആ പ്രകാശത്തിന്റെ മഹത്തായ അനുഗ്രഹം ഏറ്റുവാങ്ങാൻ കഴിയാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് അസ്വസ്ഥരാകുന്ന ഒരു വേള അവർക്കുണ്ടാകുമത്രേ. ആ വേളയിൽ വിശ്വാസികൾ, മുഖലിസുകളായ വിശ്വാസികൾ പറയും, ബല, ശരിയായിരിക്കാം, വലാകിന്നക്കും ഫതൻതും അൻഫുസക്കും, നിങ്ങൾക്ക് ഓർമ്മയില്ലേ, നിങ്ങൾ നിങ്ങളെ തന്നെ കുഴപ്പത്തിലകപ്പെടുത്തിയവരായിരുന്നു നിങ്ങൾ. വതറബ്ബസ്തും, മാത്രമല്ല നിങ്ങൾ ഒഴിവ് കഴിവ് പറഞ്ഞ് എങ്ങനെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പഴുതുകൾ അന്വേഷിക്കുന്നവരായിരുന്നു. വർത്തബത്തും, നിങ്ങൾ അമലുകൾ ചെയ്തു, പക്ഷേ ഈ അമലുകളുടെ പ്രയോജനത്തെക്കുറിച്ച് നിങ്ങൾ സംശയാലുക്കളായിരുന്നില്ലേ. വഗറത്കുമുൽ അമാനിയ ഹത്താ ജാ അംറുല്ലാഹ്, അല്ലാഹുവിന്റെ കൽപ്പന വന്നണയുന്നത് വരെ നിങ്ങൾ പലതരം വ്യാമോഹങ്ങളാൽ നിങ്ങൾ വഞ്ചിക്കപ്പെട്ടിരുന്നില്ലേ എന്ന് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഒരു ചോദ്യമുയരും. അമലുകൾ ഇഖ്ലാസോടുകൂടി അല്ലെങ്കിൽ സംഭവിക്കാനിരിക്കുന്ന ഗുരുതരമായ ഭവിഷ്യത്താണ് അല്ലാഹു സുബ്ഹാനഹു തആല ഇവിടെ ഉണർത്തുന്നത് എന്ന് നാം പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതിനാൽ ഈ വേള മനസ്സറിഞ്ഞ് ഒന്നുകൂടി നമ്മുടെ അമലുകളെ ചിട്ടപ്പെടുത്തിക്കൊണ്ട് പോരായ്മകൾ പരിഹരിക്കേണ്ട അവസാനത്തെ സന്ദർഭമാണ് എന്നാണ് നാം ഓർത്തിരിക്കേണ്ടത്. ഈ മാർഗത്തിൽ പ്രത്യേകിച്ച് ഉണർത്തുവാനുള്ളത്, ഇനിയുള്ള നാളുകളിൽ നേടിയെടുത്ത നന്മകൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ നല്ല ഇസ്തിഖാമത്തിന് വേണ്ടിയിട്ട് അല്ലാഹുവോട് നാം മനസ്സൊരുകിയിട്ട് പ്രാർത്ഥിക്കണം. യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ, യാ മുസരിഫൽ ഖുലൂബ്, ഹൃദയങ്ങളെ വഴിതിരിച്ചു വിടുന്നവനെ, സബ്ബിത് ഖൽബി അലാ തഅതിക്, സബ്ബിത് ഖൽബി അലാ ദീനിക്, നിന്നോടുള്ള അനുസരണത്തിൽ, നിന്റെ ദീനിന്റെ മാർഗത്തിൽ എന്റെ ഹൃദയത്തെ നീ ഉറപ്പിച്ചു നിർത്തേണമേ റബ്ബേ എന്ന് പടച്ച തമ്പുരാനോട് മനസ്സറിഞ്ഞ് തേടിക്കൊണ്ടിരിക്കേണ്ട വേളയാണ്. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ, നാദാ ഹിദായത്ത് നൽകിയതിന് ശേഷം ഞങ്ങളുടെ ഹൃദയങ്ങളെ വീണ്ടും നീ വക്രതയിൽ അകപ്പെടുത്തിക്കളയല്ല നാഥ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ട സുപ്രധാനമായ വേളയാണിത്. മാത്രമല്ല അതോടൊപ്പം നാം ഓർത്തിരിക്കേണ്ട ഒരു വസ്തുത, ഒരു മാസക്കാലമായിട്ട് നാം ഒരു ക്യാമ്പിലാണ് കഴിച്ചുകൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ ഗേറ്റിന് പുറത്ത്, ഈ പള്ളിയുടെ അല്ലാഹുവിന്റെ ഭവനത്തിന് പുറത്ത് ലക്ഷോപലക്ഷം മനുഷ്യർ നമ്മെ പ്രതീക്ഷിച്ച് കഴിയുന്നുണ്ട്. അങ്ങേയറ്റം തിന്മകൾ നിറഞ്ഞു നിൽക്കുന്ന അന്ധകാര നിബിഡമായ നമ്മുടെ സാമൂഹിക അന്തരീക്ഷത്തിൽ ഈ പ്രശ്നങ്ങൾക്ക് എന്ത് പരിഹാരമാണ് ഈ ക്യാമ്പിൽ പങ്കെടുത്ത് പരിശീലനം നേടിയെടുത്ത വിശ്വാസികൾക്ക് നൽകാനുള്ളത്? അവർ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്ത് പരിഹാര മാർഗമാണ് അവർക്ക് മുമ്പിൽ സമർപ്പിക്കാനുള്ളത്? തിന്മകൾ നിറഞ്ഞ് എല്ലാ വിധേനയും തിന്മകളും കുറ്റകൃത്യങ്ങളും നിറഞ്ഞുകൊണ്ടിരിക്കുന്ന അങ്ങേയറ്റം മലീമസമായ സാമൂഹിക അന്തരീക്ഷത്തിൽ ഒരു പരിഹാര മാർഗം എന്ന നിലക്ക് എന്താണ് അവർക്ക് മുമ്പിൽ വെച്ചു നീട്ടുവാൻ നമ്മുടെ കൈവശമുള്ളത് എന്നവർ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായും അല്ലാഹുവിന്റെ ഭവനങ്ങളിൽ നിന്ന് പുറത്തേക്കിറങ്ങുമ്പോൾ അഥവാ വരാനിരിക്കുന്ന സാധാരണ ജീവിതത്തിലേക്ക് നാം തിരിച്ചു പോകുമ്പോൾ കൃത്യമായ ഒരു ധാരണ ഈ വിഷയത്തിൽ നമുക്കുണ്ടായിരിക്കണം. നാം നേടിയെടുത്ത പരിശീലനങ്ങൾ, നന്മകൾ തീർച്ചയായും മുഴുവൻ മനുഷ്യ സമൂഹവുമായിട്ട് പങ്കുവെക്കാനുള്ളതാണ്. അവർക്ക് കൂടി അവകാശപ്പെട്ടതാണ്. നാം തേടിക്കൊണ്ടിരിക്കുന്ന സ്വർഗം അവർക്ക് കൂടി അവകാശപ്പെട്ടതാണ്. നാം ആഗ്രഹിക്കുന്ന നരകവിമോചനം അവർക്ക് കൂടി അവകാശപ്പെട്ടതാണ്. എങ്കിൽ തീർച്ചയായും ഈ സന്ദേശം അവർക്ക് പകർന്നു കൊടുക്കുവാൻ നാം അവസരം കണ്ടെത്തേണ്ടതുണ്ട് എന്നാണ് പ്രത്യേകിച്ച് ഇത്തരണത്തിൽ ഓർമ്മപ്പെടുത്തുവാനുള്ളത്. അതോടൊപ്പം തന്നെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തുമ്പോൾ നാം ഒരിക്കലും പഴയ മനുഷ്യരായിട്ട് പഴയ ശീലങ്ങളിലേക്ക് തന്നെ തിരിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടാകരുത്. നമ്മുടെ സഹോദര സമുദായ അംഗങ്ങളുമായി ഇടപഴകുമ്പോൾ തീർച്ചയായും ഞാനൊരു പുതിയ മനുഷ്യനായിരിക്കുന്നു. ഒരുപക്ഷേ അവരുടെ സ്വാധീനങ്ങളാൽ നാം വീണ്ടും തിന്മകളിലേക്ക് തിരിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായിക്കൂടാ. വളരെ ബോധപൂർവം ഇന്നീ സ്വാഇമുൻ എന്ന് നോമ്പുകാലത്ത് വളരെ ബോധപൂർവം തെറ്റുകൾ സംഭവിക്കാതിരിക്കുവാൻ
ഒരു പരിചയമായിട്ട് ഞാൻ നോമ്പുകാരനാണ് എന്ന വാക്ക് നാം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ ഒരുപക്ഷെ തെറ്റായ കൂട്ടായ്മകളിലേക്ക്, അത്തരത്തിലുള്ള ബന്ധങ്ങളിലേക്ക് തിരിച്ചെത്തുന്ന സാഹചര്യങ്ങളിൽ, സഹോദര, എന്നെ നീ ഇനി അത്തരം തിന്മകൾക്ക് പ്രതീക്ഷിക്കരുത്. ഞാനൊരു പുതിയ മനുഷ്യനാണ്, ഞാൻ പുതിയ ജന്മമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഒരിക്കലും നീ അത്തരം തിന്മകളിൽ പ്രതീക്ഷിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കാൻ കഴിയുന്ന ഈമാനികമായ ആർജവം പ്രകടിപ്പിക്കുവാൻ തീർച്ചയായും നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നതും വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അതേപോലെ തന്നെ നാം പരിശീലിച്ച ഇബാദത്തുകൾ, ഒരുപാട് ഇബാദത്തുകൾ അനുഷ്ഠിച്ച് ശീലിച്ച് കഴിഞ്ഞവരാണ് നാം. ആ ഇബാദത്തുകളിൽ ജീവിതത്തിലേക്ക്, സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ എത്രമാത്രമാണ് എന്റെ സാഹചര്യം മുൻനിർത്തിയിട്ട് എനിക്ക് നിലനിർത്തുവാൻ കഴിയുക? ഈ വിഷയത്തിൽ നാം ഓരോരുത്തരും ഇന്നു മുതൽക്ക് തന്നെ കൃത്യമായി തീരുമാനമെടുക്കേണ്ടതുണ്ട്. അമിതാവേശം പ്രകടിപ്പിച്ച് കൂടുതലായി അനുഷ്ഠിച്ച് പിന്നീട് ആലസ്യത്തിലേക്ക് അല്ലെങ്കിൽ സ്വയം തന്നെ ഭാരമായി തീരുന്ന അവസ്ഥയിലേക്ക് ഒരിക്കലും നാം എത്തിക്കൂടാ. മറിച്ച് വളരെ ബോധപൂർവം എത്ര നിലനിർത്താൻ കഴിയും എന്ന് തീരുമാനമെടുക്കുക. ഒരു മാസക്കാലം വ്രതമെടുത്തവരാണ് നാം എങ്കിൽ വരാനിരിക്കുന്ന നാളുകളിൽ എത്ര സുന്നത്ത് നോമ്പുകൾ നിലനിർത്തുവാൻ സാധിക്കും? ഇത് നാം തീരുമാനമെടുക്കേണ്ട ഒരു വിഷയമാണ്. ഇതേപോലെ തന്നെ സുന്നത്തായ അനുഷ്ഠാനങ്ങളിൽ നാം വളരെയേറെ മുമ്പോട്ട് പോയിരിക്കുന്നു. രാത്രി നമസ്കാരങ്ങളിൽ ഖിയാമുൽ ലൈലും വിത്റും തഹജ്ജുദും ഒക്കെ അനുഷ്ഠിച്ചുകൊണ്ട് ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. ഇതിൽ നമ്മുടെ സാധാരണ ജീവിതത്തിൽ എത്ര നമുക്ക് നിലനിർത്താൻ കഴിയും എന്നതിൽ കൃത്യമായ ഒരു ധാരണ നമുക്ക് എത്തിച്ചേരാൻ കഴിയേണ്ടതുണ്ട്. അതേപോലെ വിശുദ്ധ ഖുർആൻ ഒരുപക്ഷേ ഖുർആൻ മുഴുവനും കേട്ടും അതേപോലെ തന്നെ സ്വയം പാരായണം ചെയ്തും പൂർത്തീകരിക്കാൻ സൗഭാഗ്യം ലഭിച്ചവരായിരിക്കും നാം. എങ്കിൽ നിത്യജീവിതത്തിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു ദിവസം എത്ര പേജുകൾ എനിക്ക് പാരായണം ചെയ്യാൻ കഴിയും, എത്ര സൂക്തങ്ങൾ മനഃപ്പാഠമാക്കാൻ കഴിയും, എത്ര സൂക്തങ്ങളുടെ അർത്ഥവും ആശയവും ഉൾക്കൊള്ളുവാൻ എനിക്ക് കഴിയും, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒട്ടേറെ വിഷയങ്ങളിൽ തീരുമാനമെടുക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഫർദ് നമസ്കാരങ്ങൾ ജമാഅത്തായി അനുഷ്ഠിക്കുന്നതിൽ അങ്ങേയറ്റത്തെ നിഷ്ഠ പുലർത്തിയവരാണ് നാം. വളരെ സൂക്ഷിക്കേണ്ടതുണ്ട്. അങ്ങേയറ്റത്തെ നിഷ്ഠ പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോയവരാണ്. അതേസമയം നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളും നിർവഹിക്കുന്നതിൽ നമുക്ക് അങ്ങേയറ്റത്തെ ജാഗ്രത ഉണ്ടായിട്ടുമുണ്ട്. ജമാഅത്ത് നമസ്കാരങ്ങളിൽ കണിശത പാലിച്ചത് നിമിത്തം ഒരാൾക്കും തന്റെ തൊഴിൽ നഷ്ടപ്പെട്ടു പോയിട്ടില്ല. ഒരാൾക്കും തന്റെ വീടുമായുള്ള ബാധ്യതകൾ നിർവഹിക്കുന്നതിൽ വീഴ്ച വരുത്തേണ്ടി വന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ റമദാനിന് ശേഷവും തീർച്ചയായും ജമാഅത്ത് നമസ്കാരങ്ങൾ പള്ളികളിൽ വെച്ച് തന്നെ അനുഷ്ഠിക്കാൻ നമുക്ക് കഴിയും എന്നാണ് നാം സ്വയം തെളിയിച്ചിരിക്കുന്നത്. അതിനാൽ ഇത്തരത്തിലുള്ള അമലുകളിൽ കൃത്യമായ നിഷ്ഠ പുലർത്തുവാൻ കൂടി നാം ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഉണർത്തുന്നു, അഹബ്ബുൽ അമാലി ഇലല്ലാഹി അദ്വമുഹാ വഇൻ ഖല്ല. അഹബ്ബുൽ അമാലി ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലുകൾ അദ്വമുഹ, കൃത്യമായി പതിവായി അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന അമലുകളാണ്. വഇൻ ഖല്ല, അതെത്ര കുറച്ചായിരുന്നാലും. സുന്നത്തായ ഇബാദത്തുകളെ കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായിട്ട് ഇങ്ങനെ ഉണർത്തുന്നത്. റമദാൻ മാസത്തിൽ പടച്ചതമ്പുരാനെ അങ്ങ് വാരിപ്പുണർന്ന് കയ്യെത്തും ദൂരത്ത് അല്ലെങ്കിൽ അത്രമാത്രം അള്ളാഹുമായി ആത്മബന്ധം സ്ഥാപിച്ച് കഴിച്ചുകൂട്ടിയിട്ട് റമദാനിൽ നിന്നങ്ങ് പിരിയുമ്പോഴേക്ക് എല്ലാം വിട്ടകന്നു പോകുന്ന ഒരു സാഹചര്യം ഒരിക്കലും നമുക്ക് സംഭവിച്ചുകൂടാ. ഇത് വളരെ സൂക്ഷിക്കേണ്ട ഒരു വിഷയമാണ് എന്നുകൂടി പ്രത്യേകം ഉണർത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ചെങ്കിൽ ഇൻഷാ അല്ലാഹ് നാം ഈദുൽ ഫിത്റിലേക്ക് പ്രവേശിക്കും. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈദുകൾ, ആഘോഷങ്ങൾ എന്നത് ഇബാദത്തിന്റെ ഭാഗമാണ്. അതൊരിക്കലും നിയന്ത്രണം വിട്ട് ഇനി എനിക്ക് എന്തുമാകാം, വ്രതാനുഷ്ഠാനത്തിന്റെ രാപ്പകലുകൾ കഴിഞ്ഞല്ലോ, ഇനി എനിക്ക് എന്തുമാകാം എന്ന നിലക്ക് നിയന്ത്രണം വിട്ട് ഏതോ അവസ്ഥയിൽ കഴിച്ചുകൂട്ടേണ്ട ഒന്നല്ല അത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചതെന്ന 2 ആഘോഷവേളകൾ മാത്രമാണ് നമുക്കുള്ളത്. ആഘോഷം എന്ന നിലക്ക് അനുഭവിക്കുവാൻ 2 സന്ദർഭങ്ങൾ മാത്രമാണ് നൽകിയത്. അത് ആഘോഷങ്ങളായി തന്നെ ഉപയോഗപ്പെടുത്തണം. അതേസമയം അതിൽ ഇസ്ലാമികമായ ചൈതന്യവും സംസ്കാരവും നിലനിർത്തുന്നതിൽ അങ്ങേയറ്റത്തെ ജാഗ്രത നാം കൈക്കൊള്ളേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ ദീൻ പ്രകൃതി മതമാണ്. അള്ളാഹുവിന്റെ ദീൻ സന്തുലിതമാണ്, മധ്യമ നിലപാട് സ്വീകരിക്കുന്ന ദീനാണ് എന്നുകൂടി നമ്മെ ഇത് പഠിപ്പിക്കുന്നുണ്ട്. വ്രതാനുഷ്ഠാനത്തിന്റെ തീവ്രമായ പരിശീലനങ്ങൾക്ക് ശേഷം പുത്തനുടുപ്പണിഞ്ഞ്
സുഗന്ധം പൂശി സന്തോഷപൂർവ്വം നന്നായി ഭക്ഷണം കഴിച്ച് ആ അർത്ഥത്തിലൊക്കെ ആഘോഷിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു തആല വളരെ പെട്ടെന്ന് തന്നെ തൊട്ടടുത്ത പകലിൽ തന്നെ നമുക്ക് അവസരം നൽകുകയാണ് ചെയ്യുന്നത്. തൊട്ട് മുമ്പത്തെ പകൽ വ്രതാനുഷ്ഠാനത്തിൻ്റെതാണെങ്കിൽ തൊട്ടടുത്ത പ്രഭാതം അല്ലാഹു സുബ്ഹാനഹു തആല ആഘോഷത്തിന് വേണ്ടി ഒരുങ്ങാൻ നമ്മെ ഉണർത്തുകയാണ് ചെയ്യുന്നത്. ഇത് ഇസ്ലാമികമായ ഒരു കാഴ്ചപ്പാട് നമ്മിൽ ഉണർത്തുന്നുണ്ട്. അഥവാ അള്ളാഹുവിന്റെ ദീൻ ഒരേ സമയത്ത് സന്യാസത്തിൻ്റെതായ കാഴ്ചപ്പാടും അതേ സമയത്ത് തന്നെ മനുഷ്യന്റെ പ്രകൃതിപരമായ ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും പൂർത്തീകരിക്കുകയും അതിന് അവസരങ്ങൾ നൽകുകയും ചെയ്യുന്ന ദീനാണ് എന്നത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ ആഘോഷത്തെ ആ കാഴ്ചപ്പാടിൽ നോക്കിക്കാണുവാനും പ്രയോജനപ്പെടുത്താനും നമുക്ക് കഴിയണം. അതിന് തൊട്ട് മുമ്പായിട്ട് തന്നെയാണ് നാം ഫിത്ർ സക്കാത്ത് അനുഷ്ഠിക്കുന്നത്. നമ്മുടെ അമലുകളിൽ സംഭവിച്ചിരിക്കാവുന്ന പോരായ്മകൾ തിരുത്തിക്കൊണ്ട് ഇന്നത്തെ ദിവസം വിശ്വാസി സമൂഹത്തിൽ ഒരാൾ പോലും ആഘോഷത്തിൽ പങ്കെടുക്കുന്ന ഒരാളും പട്ടിണി കിടക്കുന്ന അവസ്ഥ ഉണ്ടാകരുത് എന്നുകൂടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. അതിലൂടെ ആ വിധം അങ്ങേയറ്റം വിശുദ്ധി നേടിക്കൊണ്ട് ആത്മീയമായി മാനസികമായി വിശുദ്ധി നേടിക്കൊണ്ട് ഈദ്ഗാഹുകളിലേക്ക് പുറപ്പെടുവാൻ നാം ഓരോരുത്തരും സജ്ജരാവേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈദ്ഗാഹിൽ വെച്ച് തന്നെയാണ് പെരുന്നാൾ നമസ്കാരങ്ങൾ അനുഷ്ഠിച്ചത്. വളരെ ഒറ്റപ്പെട്ട ഒരുപക്ഷെ ഒന്നോ രണ്ടോ സന്ദർഭങ്ങളിൽ മാത്രം പ്രതികൂലമായ കാലാവസ്ഥയിൽ പള്ളിയിൽ വെച്ച് പെരുന്നാൾ നമസ്കാരം അനുഷ്ഠിച്ചിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. ഈദ്ഗാഹ് വളരെ സ്ഥിരപ്പെട്ട സുന്നത്താണ് എന്നതിനാൽ പരമാവധി ഈദ്ഗാഹുകളിൽ തന്നെ എത്തിച്ചേരുവാൻ വളരെ ബോധപൂർവം നാം തീരുമാനിക്കണം എന്നാണ് അതിൽ പ്രത്യേകിച്ച് ഉണർത്താനുള്ളത്. മാത്രമല്ല ഈദ്ഗാഹുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാം മനസ്സിലാക്കേണ്ട മറ്റൊരു സംഗതി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈദ്ഗാഹുകളിലേക്ക് സ്ത്രീകളെയും പുരുഷന്മാരെയും കുട്ടികളെയും എല്ലാം ഒരുമിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് കൽപ്പിച്ചിരിക്കുന്നു. ആർത്തവകാരികളെപ്പോലും ഋതുമതികളെപ്പോലും ഈദ്ഗാഹുകളിലേക്ക് കൊണ്ടുവരണം, അവർ നമസ്കാരങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കട്ടെ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ്ലാമിക സമൂഹത്തിന്റെ ഐക്യം, അതേപോലെ തന്നെ ഇസ്ലാമിക സമൂഹത്തിന്റെ ശക്തിയും ഭദ്രതയും ഐക്യത്തിന്റെ പ്രകടനം, ശക്തി പ്രകടനം തീർച്ചയായും ഈദ്ഗാഹുകളിൽ ഉണ്ടാവേണ്ടതുണ്ട് എന്നാണ് അതിലൂടെ ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. അതിനാൽ വളരെ ബോധപൂർവം മുൻകൂട്ടി തന്നെ ആസൂത്രണം ചെയ്തുകൊണ്ട് ഈദ്ഗാഹുകളിൽ എത്തിച്ചേരുവാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് ഉണർത്തുവാനുള്ളത്. നന്നായി കുളിച്ച് സുഗന്ധം പൂശി പുതുവസ്ത്രമണിഞ്ഞ് അതേപോലെ ഈദുൽ ഫിത്റിൽ വീട്ടിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പായിട്ട് തന്നെ മധുരം കഴിച്ചുകൊണ്ട്, ഇത് ഈദുൽ ഫിത്റാണ്. ഫിത്ർ എന്ന് പറഞ്ഞാൽ വ്രതാനുഷ്ഠാനം അവസാനിപ്പിക്കുന്ന ആഘോഷം. ഇഫ്താർ എന്ന് പറയില്ലേ, വ്രതാനുഷ്ഠാനം അവസാനിപ്പിച്ചുകൊണ്ടുള്ള ആഘോഷം എന്നാണ് അതിന്റെ പേര്. അതുകൊണ്ട് കാലത്ത് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മധുരം കഴിക്കാറുണ്ടായിരുന്നു. ഇന്ന് എനിക്ക് നോമ്പല്ല, അല്ലാഹു സുബ്ഹാനഹു തആല നോമ്പ് ഹറാമാക്കിയ 2 ദിവസങ്ങളിൽ ഒന്നാണിത് എന്ന നിലക്ക് ഇന്ന് നോമ്പല്ല എന്ന് സ്വയം ബോധ്യപ്പെടാൻ വേണ്ടി മധുരം കഴിച്ചുകൊണ്ട് ഈദ്ഗാഹിലേക്ക് പുറപ്പെടണം എന്ന് നിശ്ചയിച്ചത് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റ എണ്ണം കാരക്കയാണ് അല്ലെങ്കിൽ ഈത്തപ്പഴമാണ് കഴിച്ചിരുന്നത് എന്ന് നമുക്ക് ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാക്കും. എന്തിനാണ് ഈ ആഘോഷത്തിന്റെ അടിത്തറ എന്താണെന്ന് ചോദിച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു തആല നോമ്പിനെ കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന വചനത്തിൽ വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാക്കും, നിങ്ങൾക്ക് ഹിദായത്ത് നൽകിയതിന് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് പടച്ചതമ്പുരാനെ വാഴ്ത്തി പറയുവാനുള്ള സന്ദർഭമാണത്. വലഅല്ലക്കും തഷ്കുറൂൻ, അങ്ങനെ നിങ്ങൾ നന്ദിയുള്ളവരാകുവാൻ വേണ്ടി. ഇതേപോലെ തന്നെ ഈദുൽ അദ്ഹയെക്കുറിച്ചും ബലികർമ്മവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ ഇതേ പരാമർശം നമുക്ക് കാണാം. വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാക്കും, അല്ലാഹു തആല ഹിദായത്ത് നൽകിയതിന് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് അവന്റെ നാമത്തെ പ്രകീർത്തിക്കുക, തക്ബീറുകളാൽ അന്തരീക്ഷം മുഖരിതമാക്കുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈദുൽ ഫിത്റിൽ തക്ബീർ മുഴക്കേണ്ട സന്ദർഭം മാസപ്പിറവി ദൃശ്യമായത് മുതൽ അല്ലെങ്കിൽ അത് അറിഞ്ഞത് മുതൽ ഇമാം മിമ്പറിൽ പ്രവേശിക്കുന്നത് വരെയാണ്. അഥവാ പെരുന്നാൾ ഖുത്ബ നിർവഹിക്കാൻ വേണ്ടിയിട്ട് ഇമാം മിമ്പറിൽ പ്രവേശിക്കുന്ന സമയം വരെ വളരെ ചുരുങ്ങിയ സന്ദർഭം മാത്രമാണ് നമുക്ക് തക്ബീർ മുഴക്കുവാൻ വേണ്ടി ഈദുൽ ഫിത്റിൽ അനുവദിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് വളരെ ബോധപൂർവം തക്ബീർ മുഴക്കുവാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈദ്ഗാഹുകളിൽ നേരത്തെ തന്നെ എത്തിച്ചേർന്നുകൊണ്ട് വളരെ ബോധപൂർവം തക്ബീറുകൾ മുഴക്കുവാൻ പ്രത്യേകിച്ച് ഉണർത്തുകയാണ്. അതേപോലെ പരസ്പരം ബന്ധങ്ങൾ നന്നാക്കുവാൻ
അതേപോലെ ബന്ധങ്ങൾ പുതുക്കുവാൻ ഊഷ്മളമായ ആശംസകൾ കൈമാറുവാനും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്. മാത്രമല്ല, പ്രത്യേകിച്ച് ഉണർത്താനുള്ള ഒരു കാര്യം, രാത്രികാലങ്ങളിൽ പാതിരാവിൽ ഇരുളിൽ നാം പടച്ചതമ്പുരാന്റെ മുമ്പിൽ ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ട് പാപവിമുക്തി നേടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ നിലക്ക് മാനസികമായ കരുത്തു നേടിയ നമ്മോട് പകൽ വെളിച്ചത്തിൽ പെരുന്നാൾ ദിനത്തിൽ നേരം പുലരുമ്പോൾ തന്നെ ഈദ്ഗാഹുകളിലേക്ക് സംഘടിതമായി പരസ്യമായി പുറപ്പെടാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. ഇത് ഒരു പ്രതീകാത്മകമായ ഒരു പ്രവൃത്തി കൂടിയാണ്. പാതിരാവിൽ അള്ളാഹുവിന്റെ മുമ്പിൽ പ്രാർത്ഥനാ നിർഭരരായി കഴിച്ചുകൂട്ടിയിട്ട് കടന്നുപോയ ദിനരാത്രങ്ങൾക്ക് ശേഷം പെരുന്നാൾ ദിനത്തിൽ പരസ്യമായി സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ അള്ളാഹുവിന്റെ ദീൻ, ഈ സന്ദേശം സമൂഹമായിട്ട് പങ്കുവെക്കുവാനുള്ള സന്ദർഭമാണിത് എന്നുകൂടി നാം മനസ്സിലാക്കണം. സഹോദര സമുദായങ്ങൾക്ക് ഈ ആഘോഷത്തിൽ പങ്കാളികളാകുവാൻ, അവരുമായി സൗഹൃദം പുതുക്കുവാൻ, തെറ്റിദ്ധാരണകൾ നീക്കുവാൻ കൂടി ഇത്തരം വേളകൾ നാം പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. മാത്രമല്ല, നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ പ്രകൃതി മതം ഒരിക്കലും ഒരു പരുക്കൻ പശ്ചാത്തലമുള്ളതല്ല. നിങ്ങൾ കളിക്കുവിൻ, നിങ്ങൾ വിനോദിക്കുവിൻ. അള്ളാഹുവിന്റെ ദീനിൽ ഒരിക്കലും പാരുഷ്യം, ഒരുതരം പരുക്കൻ പ്രകൃതം ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബത്തിനെ ഉണർത്തിയിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ വന്ന് ഒരിക്കൽ പെരുന്നാൾ ദിനത്തിൽ കുട്ടികൾ പാട്ട് പാടിയപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതത്ര ഇഷ്ടപ്പെടാതെ പ്രതികരിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ പാടട്ടെ, ഇന്ന് അവരുടെ ആഘോഷവേളയല്ലേ എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവെ വിലക്കിയത് കാണാം. ആയിഷ റളിയല്ലാഹു അൻഹ ഇതേപോലെ പെരുന്നാളിന്റെ വേളകളിൽ ആയോധന അഭ്യാസികളായ ആളുകൾ മദീനത്ത് വന്നപ്പോൾ ആയിഷ ബീവിയെ റസൂലുള്ള കൊണ്ടുപോയിട്ട് ആ അഭ്യാസ പ്രകടനങ്ങൾ കാണിച്ചു കൊടുത്തതായിട്ട് ചരിത്രത്തിൽ നമുക്ക് കാണാം. അള്ളാഹുവിന്റെ ദീൻ ഈ വിധത്തിൽ ക്രിയാത്മകമായ സർഗാത്മകമായ ദീൻ കൂടിയാണ് എന്ന് ഈ കാഴ്ചപ്പാടുകൾ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അതിനാൽ ആ വിധത്തിൽ വ്രതാനുഷ്ഠാനത്തിൽ നിന്ന് ആഘോഷത്തിലേക്ക് കടന്നു പോകുവാനും നാം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹീതമായ ഈ നിമിഷങ്ങളെ പ്രയോജനപ്പെടുത്തുവാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.